ചെയ്യുന്നത് കുറച്ച് മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഈ മുരിങ്ങക്കായ വെച്ച് എന്തായാലും ചാറ് കറി ഇവിടെ മമ്മിയും മോനും കഴിക്കില്ല. അപ്പൊ എന്തായാലും ഇതും കൊണ്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം കേട്ടാ. വീട്ടിലത്തെ മുരിങ്ങക്കായ തന്നെയാണ്. അപ്പൊ അതിനൊരു പ്രത്യേക രുചിയല്ലേ, നല്ല പോഷകസമൃദ്ധമാണ് മുരിങ്ങക്കായ എന്ന് അറിയാലോ. അപ്പൊ തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പം മുരിങ്ങക്കായ ഇതുപോലെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടാക്കണേ. ഞാൻ തന്നെ വീഡിയോ എടുക്കണോണ്ട് പറയാണ്. രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ കായ ഉണ്ട്, ഇത് ഈ ഭാഗമില്ലേ, ഇത് മാത്രം എടുത്താൽ ഞാൻ തോരൻ വെക്കണേ കേട്ടോ. ഞാൻ തന്നെ വീഡിയോ ചെയ്യണോണ്ട് പറഞ്ഞു തരികയാണ്. എനിക്ക് വേറെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വീഡിയോകളൊക്കെ ചെയ്യണേ കേട്ടോ. മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി സഹായിക്കുമായിരുന്നു. മമ്മിക്ക് ഇപ്പം ഡാഡി പോയ പിന്നെ മമ്മി ശരിക്കും പറഞ്ഞാൽ വളരെയധികം വിഷമത്തിലാണ്. പുള്ളിക്കാരി ഒന്നും സഹായിക്കാൻ കൂടാറില്ല. അത് കുഴപ്പമില്ല, നമുക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ. അപ്പോൾ ദേ ഇത് വേണ്ട, ഈ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഇത്രയും ഈ വെള്ള കാണുന്നില്ലേ, ഇതാണ് നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് തൊലിയെല്ലാം കളയും കേട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഇതെല്ലാം ചിരണ്ടി എടുക്കും. ഇത് രണ്ടായിട്ട് മുറിക്കണം. എന്നിട്ട് അത് സ്പൂൺ വെച്ച് നമ്മൾ ചുരണ്ടി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതൊന്ന് ചുരണ്ടി എടുക്കട്ടെ കേട്ടോ. മുരിങ്ങക്കായ തോരൻ വയ്ക്കാനേ ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ ഇതേ ഞാൻ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതേ ഇത് വേണ്ട കടുക് ഇടാട്ടോ. മുരിങ്ങക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ കടുക് പൊട്ടിച്ചില്ലേ, അപ്പോൾ കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം, വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കണം കേട്ടോ. പിന്നെ എന്താ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ നമ്മൾ മുരിങ്ങയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ലേ, മുരിങ്ങക്കായുടെ കായ, അത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഉപ്പും ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ദേ ഇത് കണ്ടോ, മുരിങ്ങക്കായ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ലേ, അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് എന്തുവാ തേങ്ങയും ചേർത്ത നല്ല അടിപൊളി തോരനാണ്. എല്ലാവരും ഇപ്പം മുരിങ്ങക്കായുടെ സീസണല്ലേ, ഒന്നുണ്ടാക്കി പരീക്ഷിച്ച് നോക്കട്ടോ. സിമ്പിളായിട്ട് ഇപ്പോൾ അതേ തോരൻ ആയിക്കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ തേങ്ങയും അവസാനം ചേരകിയിട്ടു, മഞ്ഞളും ഉപ്പും പച്ചമുളകും ഉള്ളിയും പിന്നെ മുരിങ്ങക്കായുടെ കായാണ് ചേർത്തേക്കണേ, ഉപ്പും. വേപ്പില ഇല്ല ഞങ്ങൾക്ക്, അപ്പോൾ വേപ്പുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് എന്താണോ വേപ്പ് പിടിക്കുന്നില്ല, അപ്പോൾ വേപ്പില ഇട്ടാലും നല്ല ടേസ്റ്റ് വരും കേട്ടോ തോരനുകളിൽ. വെളിച്ചെണ്ണയും